Hi dears, welcome to my channel. I am Jayalakshmi Saju. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ മുതലുള്ളൊരാഗ്രഹമാണ് ഇന്നിവിടെ സഫലമാകാൻ പോകുന്നത്. എന്താണെന്നല്ലേ, ഒരു മഞ്ഞൻ പ്രദേശത്ത് പോയി സ്നോ കൈകൊണ്ട് വാരണമെന്നുള്ളത്. എന്തായാലും അത് മുഴുവൻ നടന്നില്ലെങ്കിലും സ്നോ കൈകൊണ്ട് വാരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് സ്നോ കിങ്ഡത്തിലാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് അകത്ത് കയറാൻ വേണ്ടിയിട്ടുള്ള ജാക്കറ്റ്, ബൂട്ട്സ് ഇവ ധരിക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് അഡൽട്ട്സിന് 750യും കുട്ടികൾക്ക് 650യുമാണ്. എല്ലാവരും അകത്ത് കയറാനുള്ള ഡ്രസ്സിങ്ങിലാണ് കേട്ടോ. ഇതാ സ്നോയിലേക്കുള്ള ആദ്യത്തെ ഞങ്ങളുടെ ചുവടുവെപ്പ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനുള്ളിലെ തണുപ്പ് -8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ. ഭയങ്കര തണുപ്പ്. ഇതിനുള്ളിൽ പാലസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് സ്നോ ബെയറൊക്കെ ഉണ്ട്. നാത്തൂനും ചേട്ടനും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് കേട്ടോ. അവരിരിക്കുന്ന സിംഹാസനം മഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ സാഹസികത്തിനൊന്നും മുതിർന്നില്ല. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി. ഒരാൾ കൂടെ ഉണ്ട് ഈ ഗ്യാങ്ങിൽ, പക്ഷേ അവൻ വന്നില്ല ഇന്ന്. ഒരു സ്ലൈഡിൽ കയറാനാണ് കേട്ടോ ഞാൻ പോകുന്നത്. അതിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. എന്നാലും ഒരു ചെറിയ പേടിയുണ്ട്. പണ്ട് വണ്ടർലയിലൊക്കെ പോകുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, ഒരു റൈഡിലൊക്കെ കയറുമ്പോൾ, അങ്ങനെ ഒരു പേടിയായിട്ടാണ് ഞാനിപ്പോൾ കയറുന്നത്. ഇഴുകി താഴെ എത്തുമ്പോൾ നടുവിനൊരു വേദന പോലെയുണ്ട് കേട്ടോ. എന്നാലും കൊള്ളാം, വേറൊരു എക്സ്പീരിയൻസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നു തുടങ്ങി കേട്ടോ. എല്ലാവരും പോയി തുടങ്ങുന്നുണ്ട്. കാരണം ഒരു രക്ഷയില്ല തണുപ്പ്. നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ശിവാനിയാണ് കേട്ടോ. അവൾ തണുപ്പൊന്നും കാര്യമാക്കുന്നേ ഇല്ല. എനിക്കെന്തോ ഭയങ്കര ഒരു തലവേദന പോലെ. കാരണം നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും തണുപ്പ് കൊള്ളുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് കടന്നു. അങ്ങനെ അവിടെ നിന്നും ഒരു കോഫി കുടിച്ച് ഞങ്ങൾ സ്നോ കിങ്ഡത്തോട് ബൈ ബൈ പറഞ്ഞു.